Hello everyone, welcome to ILID IAS Ignite Foundation Daily Newspaper Analysis. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജനുവരി 20 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ആസ് ഓൾവേസ് നമ്മൾ ഫസ്റ്റ് എഡിറ്റോറിയൽ ആണ് നോക്കുന്നത്. 2 എഡിറ്റോറിയൽ ഉണ്ട്. ഒന്ന് ട്രംപ് ഗാസ പീസ് പ്ലാനിനെ കുറിച്ച്. അപ്പോൾ ആ ഒരു പീസ് പ്ലാനിൽ ഇന്ത്യ ചേരുന്നതിന് മുമ്പ് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആ ഒരു എഡിറ്റോറിയൽ. ദെൻ സെക്കൻഡ് ദ ഹിന്ദുവിൽ വന്നിട്ടുള്ള ക്രൈസിസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു എഡിറ്റോറിയൽ. ഈ 2 എഡിറ്റോറിയൽസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ദെൻ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ വൈ SIR വെരിഫിക്കേഷൻ നീഡ് ടു ബി കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ്. നമ്മുടെ SIR റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ടും എന്തുകൊണ്ട് ഡിജിറ്റലൈസേഷൻ ഇതിനകത്ത് നടത്തുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൈനയിലെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യാണ്. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരു കേസ് സ്റ്റഡി, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അവിടെ നോക്കുന്നത്. ദെൻ പ്രിലിം സ്നിപ്പറ്റ്സിൽ നമുക്ക് നമ്മുടെ ഇന്ത്യ UAE ഇന്നലെ കുറച്ച് ബയലാട്രൽ ട്രേഡ് കാര്യങ്ങളൊക്കെ എഗ്രിമെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് അവിടുത്തെ ആ ഒരു പ്രസിഡന്റിന് പ്രൈം മിനിസ്റ്റർ കുറച്ച് ഇന്ത്യൻ ഗുഡ്സ് കൊടുത്തിട്ടുണ്ട്, അപ്പം ഗിഫ്റ്റ് ആയിട്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കണം. ദെൻ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി, അതുപോലെ തന്നെ ബംഗുരു ഡാൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇന്ന് വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ്. ദ ട്രംപ്സ് ഗാസ ഇൻവൈറ്റ് ഹാൻഡിൽ വിത്ത് കെയർ ആൻഡ് കോഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതാണ്. അപ്പം നമ്മൾ ട്രംപിന്റെ ഗാസ പീസ് പ്ലാനെ കുറിച്ച് ആദിത്യ സാർ നന്നായി മുമ്പ് എടുത്തിട്ടുണ്ട്. ദെൻ ഇന്നലത്തെ ഇതിനകത്ത് ഇന്ത്യക്ക് ഇൻവൈറ്റ് വന്ന കാര്യങ്ങളും അദ്ദേഹം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് US ലീഡ് പ്രപ്പോസൽ ടു ഗാസ പീസ് പ്ലാനിലോട്ട് ട്രംപ് എന്താണ് നമ്മുടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ UN സെക്യൂരിറ്റി കൗൺസിൽ ഇതുപോലെ തന്നെ ഒരു പീസ് പ്ലാൻ മുന്നോട്ട് വെച്ചിരുന്നു ലാസ്റ്റ് ഇയർ നവംബറിൽ, അതായത് റെസൊല്യൂഷൻ 2803 എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇന്ത്യ അതിനെ പിന്താങ്ങിയിരുന്നു. ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് സപ്പോർട്ടഡ് ഇറ്റ്. ഓൺലി റഷ്യ ആൻഡ് ചൈന മാത്രമാണ് അതിന് അബ്സ്ട്രെയിൻ ചെയ്ത് നിന്നത്. അപ്പോൾ ആ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സപ്പോർട്ട് ഫലസ്തീനിയൻ സെൽഫ് ഡിറ്റർമിനേഷൻ, അതുപോലെ തന്നെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, അതായത് ഇസ്രായേൽ പലസ്തീൻ എന്ന് പറയുന്ന 2 സ്റ്റേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷൻ, അതുപോലെ തന്നെ സിവിലിയൻ ഡെത്ത് കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ റീസ്റ്റോർ നോർമാലിറ്റി ഇൻ ഗാസ എന്നുള്ള കാര്യങ്ങളായിരുന്നു ആ UN റെസൊല്യൂഷൻസിൽ ഉണ്ടായിരുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ സ്റ്റാൻഡിനോട് യോജിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പുതിയൊരു പീസ് പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത് US ആണ്. US ഹാസ് ഇൻവൈറ്റഡ് ഇന്ത്യ ആൻഡ് അറൌണ്ട് 16 കൺട്രീസ് ടു ജോയിൻ പ്രപ്പോസ്ഡ് ബോർഡ് ഓഫ് പീസ് ഫോർ ഗാസ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി എന്താണ്, ഇതൊരു അമേരിക്കൻ ഇനീഷ്യേറ്റീവ് ആണ്. അപ്പോൾ പുതിയത് വരുന്ന സമയത്ത് അമേരിക്കൻ ഇനിഷ്യേറ്റീവ് ആയതുകൊണ്ട് തന്നെയും ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സ് ചേഞ്ച് ചെയ്യുന്നതും ട്രംപ് എന്ന് പറയുന്ന ആ ഒരു പ്രസിഡന്റിന് ഡെയിലി തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ഇങ്ങനൊരു പീസ് പ്ലാനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇന്ത്യ പോലുള്ള കൺട്രികൾ എന്താണ് കുറച്ച് കാര്യങ്ങൾ കോഷ്യസ് ആയിരിക്കണം. ഇതുപോലെ തന്നെ ഈ ഒരു പീസ് പ്ലാനിനെ ഹാൻഡിൽ വിത്ത് കെയർ എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ കോഷ്യസ് ആവണ്ടേ എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു ആർട്ടിക്കിൾ വാൺ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മച്ച് കൺട്രോൾ ആയിരിക്കും, US കൺട്രോൾ ആണ്. കാരണം US കീഴിലുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ടു മച്ച് US കൺട്രോൾ ഉണ്ടാവും. ഡൊണാൾഡ് ട്രംപ് മേ ബിക്കം ഫൈനൽ ഡിസിഷൻ മേക്കർ ഈവൻ ബിയോണ്ട് ഹിസ് റോൾ ആസ് എ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഭയങ്കരമായിട്ട് കോഷ്യസ് ആയിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. ദ ബോർഡ് ഗോൾസ് ആർ അൺക്ലിയർ. ദ ടേംസ് ലൈക്ക് സ്റ്റെബിലിറ്റി പീസ് ആർ ലൂസ്ലി ഡിഫൈൻഡ് ആണ് ഈ ഒരു പീസ് പ്ലാനിൽ. അതുപോലെ തന്നെ it leaves room for contradictions and sudden policy shifts. Then US പ്രസിഡന്റ് ഇപ്പോൾ എന്താണ് പെട്ടെന്ന് പോളിസി മാറ്റുന്ന ഒരു കാര്യം. ഇപ്പം ഇന്നുണ്ടാക്കിയ പ്ലാനിൽ ആ ലാസ്റ്റ് വരെ നിൽക്കണമെന്നില്ല, ആൾക്ക് തോന്നുന്നതനുസരിച്ചിട്ട് ആൾ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കെയർ ആയിട്ട് നോക്കണം. അൺപ്രഡിക്റ്റബിൾ US ഫോറിൻ പോളിസി, അതായത് ഇപ്പോൾ USഉം യൂറോപ്പും തമ്മിലും യൂറോപ്യൻ യൂണിയനും US തമ്മിൽ എന്താണ് ഒരു ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രീൻലാൻഡ് വെനസ്വേല ഇഷ്യൂസ് ഒക്കെ കാരണം. ഇപ്പോൾ ഗ്രീൻലാൻഡ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്, അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് പോസിബിലിറ്റി ഓഫ് മിലിറ്ററി ഇന്റർവെൻഷൻ ഇൻ ഇറാൻ. ഇതൊക്കെ കൊണ്ട് എന്താണ് അവിടെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഗാസ ഈസ് നോട്ട് എ റിയൽ സ്റ്റേറ്റ് പ്രോജക്റ്റ്, അതായത് പീസ് നീഡ് കോൺഷ്യസ്നസ് നെഗോഷിയേഷൻസ് ആൻഡ് കോർപ്പറേഷൻ, നോട്ട് ഫോഴ്സ്ഫുൾ ഡിസിഷൻ. അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യ ഇങ്ങനെയുള്ളൊരു ഇതിനകത്ത് മുന്നിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് കോഷ്യസ് ആയിരിക്കണം എന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മളെ വാൺ ചെയ്യുന്നത്. അതായത് വാട്ട് ഇന്ത്യ ഷുഡ് ഡു
keep options open during this uncertain global phase, stay engaged diplomatically so it doesn't lose its seat at the table, protect national interest while sticking to strategic autonomy, principles of peace and multilateralism എന്നാണ് ഈ ഒരു എഡിറ്റോറിയലിൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു പീസ് പ്ലാൻ ഒക്കെ നല്ലതൊക്കെയാണ്, പക്ഷേ നമ്മൾ പീസ് പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്ന കൺട്രീനെ കുറിച്ച് കൂടി നോക്കണം. കാരണം ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എന്നാണ് ആ ഒരു എഡിറ്റർ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്രൈസിസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ദ ഹിന്ദുവിൽ വന്നിട്ടുള്ളൊരു എഡിറ്റോറിയലാണ്. അത് ഇന്നലത്തെ എഡിറ്റോറിയലാണ്. അതായത് ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, Supreme Court of India has intervened in the rising cases of student suicides and the declining quality of higher education and has said that India's higher education system needs urgent systemic reforms. അതായത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കുറവിനെയും അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റികളിലും കോളേജസിലും കുട്ടികളുടെ സ്റ്റുഡൻസ് സൂയിസൈഡ് കൂടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ജഡ്ജ്മെന്റിനെ വെച്ചിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ ഫോം ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണ്, അർജന്റായിട്ട് സിസ്റ്റമിക് റീഫോംസ് കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്, വൈ ഡിഡ് ദ സുപ്രീം കോടതി സ്റ്റെപ്പ് ഇൻ, എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഒരു കാര്യത്തിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്തതെന്ന് നോക്കാം. അതായത് there are increasing student suicides in higher education institutions. അതായത് HEIs എന്താണ് സ്റ്റുഡൻറ് സൂയിസൈഡ്സ് കൂടി വരികയാണ്. ആൻഡ് കോർട്ട് നോട്ടഡ് ദാറ്റ് സ്റ്റുഡൻറ് സ്ട്രെസ് ഡ്യൂ ടു ഫിനാൻഷ്യൽ പ്രഷർ, സോഷ്യൽ ആൻഡ് കാസ്റ്റ് ഇൻജസ്റ്റിസ് ആൻഡ് അക്കാദമിക് സ്ട്രെസ്. അതായത് പലപ്പോഴും സൂയിസൈഡിന്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഫിനാൻഷ്യൽ പ്രഷർ വരുന്നുണ്ട്, മറ്റൊന്ന് സോഷ്യൽ ആൻഡ് കാസ്റ്റ് ഇൻജസ്റ്റിസ്. ഈവൻ ദിസ് 21st സെഞ്ച്വറീസിലായി പോലും യൂണിവേഴ്സിറ്റീസിൽ പലപ്പോഴും കുട്ടികളെ കാസ്റ്റ് പറഞ്ഞ് കളിയാക്കുക, അല്ലെങ്കിൽ അവരുടെ കാസ്റ്റിൽ അവർ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ആ ഒരു ഇൻജസ്റ്റിസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെന്താണ് ആളുകളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അക്കാദമിക് സ്ട്രെസ്, അതായത് പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ പ്ലാൻ ഇല്ലാത്ത, സ്റ്റഡി പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും പല സമയത്ത് എക്സാം വരെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടതാണ് കുട്ടികൾ കുറച്ചുകൂടെ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് സൂയിസൈഡ് റേറ്റ് കൂടുന്നതിന് കാരണം ആയിട്ടുണ്ട്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഹാസ് എക്സ്പാൻഡഡ് റാപ്പിഡ്ലി ബട്ട് ക്വാളിറ്റി ഹാസ് നോട്ട് ഇംപ്രൂവ്ഡ് അറ്റ് ദ സെയിം പേസ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് സ്പീഡായിട്ട്, ബട്ട് അതിൻ്റെ ക്വാളിറ്റി അതനുസരിച്ചിട്ട് കൂടുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് സുപ്രീം കോർട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്താണ്, അണ്ടർ ആർട്ടിക്കിൾ 1472 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ കോർട്ട് ഇഷ്യൂഡ് 9 ഡയറക്ഷൻസ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെന്റ്സിനുമായിട്ട് 9 ഡയറക്ഷൻസ് ആണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത് യൂസിങ് ആർട്ടിക്കിൾ 142. ആർട്ടിക്കിൾ 142 എന്ന് പറഞ്ഞാൽ പവർ ടു ഡു കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു ഇതിനാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ മെയിൻ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അതിനകത്ത് 7 ഡയറക്ഷൻസ് മെയിൻലി ഫോക്കസ് ഓൺ എന്താണ്, റെക്കോർഡ് കീപ്പിംഗ്, റിപ്പോർട്ടിംഗ്, ട്രാക്കിംഗ് ഓഫ് സ്റ്റുഡൻറ് സൂയിസൈഡ് സെപ്പറേറ്റ്ലി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇന്ത്യയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഈ പറയുന്ന സ്റ്റുഡൻറ് സൂയിസൈഡ്സിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്യണം, എന്നിട്ട് ട്രാക്ക് ചെയ്യണം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് ഇനി എന്തൊക്കെ രീതിയിൽ അതിനൊക്കെ മറികടക്കാൻ പറ്റും, കുട്ടികൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള, സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നത്. 2 ഡയറക്റ്റീവ്സ് ഓർഡേഡ് ഫയലിംഗ് ഓഫ് ദ പോസ്റ്റ് ഓഫ് രജിസ്ട്രാർ. സെക്കൻഡ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫയലിംഗ് വേക്കൻറ്റ് പോസ്റ്റസ് ഓഫ് വൈസ് ചാൻസലേഴ്സ്, registrars and teaching faculties. The court believe that these steps are essential for student well-being. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റീസ് നോക്കുന്ന സമയത്ത് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലെ ഒരു 50% ഫാക്കൽറ്റി വേക്കൻസീസ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊന്നും പ്രോപ്പറായിട്ട് ഫിൽ ആവുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ വൈസ് ചാൻസലേഴ്സും രജിസ്ട്രാർസും ടെക്നിക്കൽ ഫാക്കൽറ്റീസുമായിട്ടുള്ള ആളുകളുടെ നല്ല ഗ്യാപ്പുണ്ട്. അപ്പോൾ അത് മറികടക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഒരു ക്വാളിറ്റി ഉള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് മെയിൻ ഗ്രൗണ്ട് റിയാലിറ്റി പറയുന്ന സമയത്ത് ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിന്റെ എക്സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് എന്ന് പറയുന്നത് വൺസ് ഒരു ഹൈ ക്വാളിറ്റി ടീച്ചിങ് ആൻഡ് റിസർച്ച് സെന്റർ ആയിരുന്നു. ഇപ്പോൾ നോക്കുന്ന സമയത്ത് പുതിയ ഫാക്കൽറ്റി അപ്പോയിന്റ്മെന്റ്സ് ഒന്നും
ഒന്നും അവിടെ നടക്കുന്നില്ല. ഒരു ലാസ്റ്റ് ഡെക്കേഡായിട്ട് നോക്കുന്ന സമയത്ത് ന്യൂ ഫാക്കൽറ്റി അപ്പോയിന്റ്മെന്റ്സ് ഒന്നും തന്നെ അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ടീച്ചിങ് സ്ട്രെങ്ത് ഈസ് ഹാഫ് ഓഫ് വാട്ട് ഈസ് റിക്വയർഡ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിലുള്ളത്. റിസർച്ച് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബെയർലി കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഫങ്ഷണൽ ഉള്ളൂ. റിസർച്ച് ആക്ടിവിറ്റീസ് നൗ ബെയർലി ഫങ്ഷണൽ ആണ് അവിടുത്തെ. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് റിസർച്ച് ഒക്കെ എന്താണ്, ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്വാളിറ്റി കുറയ്ക്കുന്നതിന് കാരണമായിട്ട്. ഇതൊക്കെയാണ് അവിടുത്തെ ക്വാളിറ്റി കുറയുന്നത്. വാട്ട് ആർ ദ റീസൺ ഫോർ ദിസ് ഡിക്ലൈൻ? അപ്പൊ ഈ ഒരു ഡിക്ലൈൻ, ഇത്രയും യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് പോലെയുള്ളൊരു ഹയർ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഒരു ഡിക്ലൈൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ബാക്കി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇങ്ങനെ ഡിക്ലൈൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, ഡിലൈഡ് വൈസ് ചാൻസലർ അപ്പോയിന്റ്മെന്റ്സ്. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലേഴ്സ് അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ, അത് പലപ്പോഴും ഡിലേ ആണ്. കാരണം ബിക്കോസ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ഗവർണർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് കാരണം വൈസ് ചാൻസലർ അപ്പോയിന്റ്മെന്റ് ഒക്കെ എന്താണ്, വൈകുവാണ്. അതുപോലെ തന്നെ UGC റൂൾസ് അനുസരിച്ച് ഒരു വൈസ് ചാൻസലർ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു 6 months എടുക്കുന്നുണ്ട്. സ്ലോ റിക്രൂട്ട്മെന്റ് പ്രോസസ്സും അതിന് കാരണമാണുണ്ട്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ബഡ്ജറ്റ് സപ്പോർട്ട്, ഷോർട്ടേജ് ഓഫ് ക്വാളിഫൈഡ് ഫാക്കൽറ്റി, കറപ്ഷൻ ആൻഡ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എന്താണ്, ഇതിന് ഈ പറയുന്ന എമൗണ്ട് കുറയുന്നത്. അതായത് സ്റ്റുഡൻസ് എൻറോൾമെന്റ് റേഷ്യോ കുറയുന്നു, അതുപോലെ തന്നെ റിസർച്ച് നടക്കുന്നില്ല, സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് റിസർച്ച് ഒക്കെ ഡിക്ലൈൻ ചെയ്യുന്നു. ഇതൊക്കെ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ആവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വിത്തൗട്ട് സ്ട്രോങ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് സ്റ്റുഡൻസ് മെന്റൽ ഹെൽത്ത് വിൽ വേഴ്സൺ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ വിൽ സഫർ. ഇപ്പൊ നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, സ്റ്റുഡൻസിന്റെ മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഡൗൺ ആവും. അപ്പൊ നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെന്റിനെ തന്നെയാണിത് ബാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കോർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യു കനോട്ട് എയിം ഫോർ വികസിത് ഭാരത് വിത്തൗട്ട് റോബസ്റ്റ് പബ്ലിക് ഹയർ എഡ്യൂക്കേഷൻ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇല്ലാതെ നമുക്ക് നമ്മുടെ വികസിത് ഭാരത് 2047 എന്ന് പറയുന്ന ആ ഒരു എയിം ഒരിക്കലും അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ദ ഓർഡർ ഈസ് എ കോൾ ടു ആക്ഷൻ ടു ഫുൾഫിൽ ദ ബേസിക് റിക്വയർമെന്റ് ഓഫ് എ റോബസ്റ്റ് പബ്ലിക് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ബിഫോർ ഗോൾസ് സച്ച് ആസ് വികസിത് ഭാരത് ക്യാൻ ബി സീരിയസ്ലി ആസ്പയർഡ് ഫോർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എഡിറ്റോറിയൽ കവർ ചെയ്യാനായിട്ടുള്ളത്. ദെൻ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ ഹിന്ദുവിൽ വന്നിട്ടുള്ള ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ആണ്. വൈ SIR വെരിഫിക്കേഷൻ നീഡ് ടു ബി കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ SIRനെ കുറിച്ചും SIR 2.0നെ കുറിച്ചൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കൊണ്ടുവരുന്നതാണ്. ഇലക്ട്രൽ റോൾസ് ഈ ഒരു SIR 2.0 എന്താണ്, കുറെ കൺഫ്യൂഷനും ഫിയർ ആൻഡ് ഹാർഡ്ഷിപ്പ് എമോങ് വോട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അത് പലപ്പോഴും പേപ്പർ ബേസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് നോക്കാം. അപ്പൊ SIR എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ് ആണ്. മെയിൻലി ടു എയിം ഈസ് ടു അപ്ഡേറ്റ് ഇലക്ട്രൽ റോൾസ്, അപ്ഡേറ്റ് ചെയ്യുക, റിമൂവ് ഫേക്ക് ഓർ ഡ്യൂപ്ലിക്കേറ്റ് നെയിം, അതുപോലെ തന്നെ എന്താണ് ഇൻക്ലൂഡ് എവറി എലിജിബിൾ ഇന്ത്യൻ സിറ്റിസൺസിനെ കൊണ്ടുവരാന്നുള്ളതാണ് ഒരു SIRന്റെ എയിം എന്ന് പറയുന്നത്. പക്ഷേ എവിടെയാണ് ഈ ഒരു പ്രോബ്ലം റോങ് ആയിട്ടുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിജിറ്റൽ കപ്പാസിറ്റി ഉള്ള ഒരു ബോഡിയാണ്. പക്ഷെ ആ ഒരു ബോഡിയിൽ ഈ ഒരു SIR പ്രോസസ്സ് വന്ന സമയത്ത് റിലൈസ് ഹെവിലി ഓൺ പേപ്പർ ഫോംസിനെയാണ് കൂടുതൽ റിലേ ചെയ്തത്. അതായത് പേപ്പർ ഫയൽ ചെയ്തും ആ ഒരു പേപ്പറിൽ നമ്മുടെ BLOs ഒക്കെ കൊണ്ടുപോയി അതൊക്കെ ഫില്ല് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്താണ്, മാനുവൽ എറേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്, ഡ്യൂപ്ലിക്കേഷൻ കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസും ആണ്. അതുപോലെ തന്നെ സമ്മോൺസ് ആൻഡ് ഫിസിക്കൽ ഹിയറിങ്സ് ഇതിന് വേണ്ടിയിട്ട് എന്താണ് കൂടുതൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ആളുകളെ വിളിച്ച് വരുത്തും. അപ്പൊ പ്രോപ്പർ ഡേറ്റിൽ അവർ വന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പേര് കാര്യങ്ങളൊക്കെ എന്താണ് ഡിലീറ്റ് ചെയ്ത് പോകുക, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. ഫോഴ്സസ് വോട്ടേഴ്സ് ടു പ്രൂവ് ദെയർ ഐഡന്റിറ്റി റിപ്പീറ്റഡ് ആയിട്ട് അവരുടെ ഐഡന്റിറ്റി അവരെന്താണ് തെളിയിക്കേണ്ട ആവശ്യം ഒക്കെ വന്നു. ദിസ് ഹാസ് ലീഡ് ടു ഇറേഴ്സ് ആൻഡ് ഹറാസ്മെന്റ് ഓഫ് ജെന്യുവിൻ വോട്ടേഴ്സിന് ഇത് പലപ്പോഴും ഇതൊരു ഹറാസ്മെന്റും അതുപോലെ തന്നെ ജെന്യുവിനിറ്റി കുറയുന്നതായിട്ടുള്ളതും നമുക്ക് ഫീൽ ആവാനായിട്ട് പറ്റും. ഇത് ആരൊക്കെയാണ് മെയിൻലി അഫക്റ്റഡ് എന്ന് പറയുന്നതും
മെയിൻലി കുറെ ആളുകൾ ഇത് അഫക്റ്റ് ആയി. അതായത് നമ്മൾ എൽഡർലി, ഇപ്പൊ പ്രായമായിട്ടുള്ള 60-70 വയസ്സായിട്ടുള്ള ആളുകൾ ഇത് നന്നായി ബാധിച്ചു. കാരണം അവര് ഡയറക്റ്റ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ അല്ലെങ്കിൽ അവർ പറയുന്ന ആളുകളുടെ മുമ്പിലോട്ട് പോവേണ്ട അവസ്ഥ പറഞ്ഞു. അതുപോലെ തന്നെ വുമൺ, പുവർ ആയിട്ടുള്ള, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സിറ്റിസൺസ്, ഈവൻ എന്താണ് നമ്മുടെ ലോങ് ടൈം ആയിട്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ നേവി, ആർമി പോലുള്ള മെയിൻ സ്ട്രീമിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ സിറ്റിസൺസ്, അതായത് റിട്ടയർഡ് ഒഫീഷ്യൽസ്, പ്രൊഫസേഴ്സും, മോങ്സ്, ഈവൻ മോങ്സ് പോലും എന്താണ് സമ്മോൺ ടു പ്രൂവ് ദെയർ ഐഡന്റിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യു പിയിൽ ഓൾമോസ്റ്റ് ഒരു 1 crore വോട്ടേഴ്സിനെയാണ് നോൺ മാപ്ഡ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് 80% വോട്ടേഴ്സിനെ എന്താണ് അവിടെ അൺമാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം അൺമാപ്ഡ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഇറേഴ്സ് ആണ് നമ്മൾ ഈ ഒരു പേപ്പർ ബേസ്ഡ് ഇത് വന്ന സമയത്ത് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പം മേജർ പ്രോബ്ലംസ് എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് റോങ് ഡിലീഷൻ ഓഫ് ജെന്യുവിൻ വോട്ടേഴ്സ്, ജെന്യുവിൻ ആയിട്ടുള്ള വോട്ടേഴ്സിനെ റോങ് ആയിട്ട് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അബൌട്ട് 6.5 crore നെയിംസ് എന്താണ് നേഷൻ വൈഡ് ഡിലീഷൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ലീഗസി ഡാറ്റ എറേഴ്സ്, അതായത് ഓൾഡ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ പലപ്പോഴും ഈ ഒരു ലിസ്റ്റിൽ വരുന്നില്ല. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് EUവിൻ്റെ തന്നെ ഡാറ്റയിലുള്ള മിസ്റ്റേക്ക് പലപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് സ്ട്രെസ്ഫുൾ ഹിയറിംഗ്, സിറ്റിസൺസിനെ എന്താണ് പലപ്പോഴും സമ്മോൺ ചെയ്യിക്കുന്നു. ആൻഡ് റിസ്ക് ഓഫ് ഡിസ്ഇൻഫ്രാഞ്ചൈസ്മെന്റ്, ഇറേഴ്സ് മേ നോട്ട് ബി ഡിനൈ പീപ്പിൾ ദ റൈറ്റ് ടു വോട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഈ ഒരു പേപ്പർ വെച്ചിട്ടുള്ള ഒരു കാരണം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇതിനായിട്ടുള്ള സൊല്യൂഷൻ എന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇനി എന്താണ് ഒരു ഡിജിറ്റൽ വെരിഫിക്കേഷൻ നമ്മൾ നടത്തണം. അതായത് ആർട്ടിക്കിൾ സജസ്റ്റ് ദാറ്റ് ദ SIR ഷുഡ് ബി ഫുള്ളി ഡിജിറ്റൈസ്ഡ്. നമ്മുടെ SIRനെ ഇനി എന്താണ് നമ്മൾ ഫുള്ളി ഡിജിറ്റൈസ് ആയിട്ട് മാറ്റണം. അപ്പൊ നമുക്ക് എന്താ ഫുള്ളി ഡിജിറ്റലൈസ് ആവുന്ന സമയത്ത് എന്താ നോക്കിക്കഴിഞ്ഞാൽ, ഓൺലൈൻ ഇപ്പോൾ ഒരു ഫോം ഒക്കെ എല്ലാവർക്കും ഓൺലൈനിൽ ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ ഡാറ്റ കാര്യങ്ങൾ, നമ്മുടെ ഡോക്യുമെന്റ് ഒക്കെ എന്താണ് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ നമ്മൾ ആധാറിൽ എങ്ങനെയാണ് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ഒരു ഡിജിറ്റൽ സിസ്റ്റം എന്താണ് അതിനെ ക്രോസ് വെരിഫിക്കേഷൻ ചെയ്തോളും. അപ്പൊ നമുക്ക് ഡ്യൂപ്ലിക്കേഷനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാളുടെ തന്നെ 2 എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആക്കി കളയാനും ബാക്കി പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സാധിക്കും. ആൻഡ് ഓട്ടോമേറ്റഡ് അക്നോളജ്മെന്റ്, മിനിമൽ ഫിസിക്കൽ ഹിയറിംഗ് ഒക്കെ എന്താണ് നമുക്ക് ഈ പറയുന്ന ഡിജിറ്റൽ ഡാറ്റ വഴി കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പം ഓൺലൈൻ ആവുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ നേരിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒരു വീഡിയോ കോൾ വഴിയോ അല്ലെങ്കിൽ അവർ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ക്ലിയർ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ടു വോട്ടേഴ്സ്. ഇപ്പോൾ നമ്മുടെ SIR റിലേറ്റഡ് ആയിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ ഒന്നെങ്കിൽ SMS വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ നമുക്ക് നമ്മുടെ വോട്ടേഴ്സിനെ അറിയിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ വെരിഫിക്കേഷനിലേക്ക് മാറുന്നതാണ് SIRന് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ദിസ് വുഡ് ലീഡ് ടു റെഡ്യൂസ്ഡ് എറേഴ്സ്, protect voter dignity and improve accuracy and save time and resources. കാരണം SIR നടത്തുന്ന സമയത്ത് എന്താണ് BLOs ഒക്കെ വീടുകളിലും ഒക്കെ പോയി ഡാറ്റ കളക്ട് ചെയ്യണം, ആളുകൾ പോയി സമ്മോൺസിനൊക്കെ പോകണം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താണ് കുറെ റിസോഴ്സസ് ആൻഡ് സമയമൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് നമുക്ക് ഡിജിറ്റലൈസേഷൻ ചെയ്യുന്ന സമയത്ത് മറികടക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെന്താണ് ഇത് എന്താണ് നമുക്ക് എന്തുകൊണ്ട് വൈ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡെമോക്രസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മളൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതുകൊണ്ട് ഇലക്ട്രൽ റീഫോംസ് എങ്ങനെയായിരിക്കണം, സ്ട്രെങ്തൻ ആയിരിക്കണം, ട്രസ്റ്റ് സ്ട്രെങ്തൻ ചെയ്യുന്നതായിരിക്കണം, അതുപോലെ തന്നെ ഇൻക്ലൂഷൻ ഉള്ളതായിരിക്കണം, ആളുകളെ എന്താണ് ഇന്റിമിഡേറ്റ് ചെയ്യുന്നതാവരുത്, സിറ്റിസൺസിനെ ഇന്റിമിഡേറ്റ് ചെയ്യുന്നത് ആവരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എന്താണ് SIR 2.0 എന്ന് പറയുന്നത് നമ്മൾ ഇനി പേപ്പറിൽ നിന്ന് ഡിജിറ്റലിലോട്ട് മാറേണ്ട സമയം ആയിരിക്കാം എന്നാണ് ഈ ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കാനുള്ളൂ. ദെൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ചൈനയുടെ പോപ്പുലേഷൻ ഡ്രോപ്സ് ഫോർ 4th year ബർത്ത് അറ്റ് ഹിസ്റ്റോറിക് ലോ എന്ന് പറയുന്ന ഈ ഒരു ന്യൂസും ദെൻ അത് റിലേറ്റഡ് വന്നിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ആണ്. ഇത് ഇന്നത്തെ ന്യൂസ് ആണ്. ആൻഡ് ഈ ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഇന്നലത്തെ ഹിന്ദുവിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ചൈനയിൽ 2025 റേറ്റ് നോക്കുന്ന സമയത്ത് fell by 10 million from a decade earlier. അതായത് ഒരു ഡിക്കേഡ് മുമ്പ് വെച്ച് നോക്കുന്ന സമയത്ത്
10 മില്യൺ പോപ്പുലേഷൻ്റെ ആണ് നമ്പർ കുറവ് വന്നിരിക്കുന്നത്. എ ട്രെൻഡ് വൈഡ്ലി ബ്ലെയിംഡ് ഓൺ ലോങ് ടേം ഇഫക്ട്സ് ഓഫ് ദ ഫോർമർ വൺ ചൈൽഡ് പോളിസി. അതായത് അവരുടെ മുമ്പത്തെ വൺ ചൈൽഡ് പോളിസിയുടെ എഫക്റ്റ് ആണ് ഇപ്പോൾ അവർ ഫേസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോൾ 7.92 മില്യൺ ബേബീസ് വെർ ബോൺ ഇൻ 2025 കമ്പയർഡ് ടു 9.45 മില്യൺ ഇൻ 2024. അതായത് 2024 9.54 മില്യൺ ബേബീസ് ബോൺ ചെയ്തത് 2025 ആയ സമയത്ത് 7.92, അതായത് 17% ഡിക്ലൈൻ ആണ് അവിടെ ഉണ്ടായിട്ടിരിക്കുന്നത്. അപ്പൊ ചൈനയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 3.39 മില്യൺ പീപ്പിൾ ആണ് കുറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുന്ന സമയത്ത്. അപ്പോൾ ചൈനയിൽ അപ്പോൾ ഈ ഒരു പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വൺ ചൈൽഡ് പോളിസി ഒക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പോപ്പുലേഷൻ കുറയുന്ന സമയത്ത് അവരിപ്പോൾ എന്താണ് പോപ്പുലേഷൻ കൂട്ടാനായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാൻ ദ ചൈനീസ് ഗവൺമെന്റ് അറസ്റ്റ് ഇറ്റ്സ് ഏജിങ് പ്രോബ്ലം എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് പോപ്പുലേഷൻ കൂട്ടാനായിട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചൈനീസ് പോപ്പുലേഷൻ നമ്മുടെ UN പറയുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2050 ആകുമ്പോഴേക്കും ചൈനീസ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1.4 ബില്യൺ എന്നുള്ളത് ഒരു 1.3 ബില്യൺ ആയിട്ട് കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോപ്പുലേഷൻ കുറയുന്നു, അതുപോലെ തന്നെ ഉള്ള പോപ്പുലേഷൻ എന്താണ് ഓൾഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു 2016 ഈ പറയുന്ന വൺ ചൈൽഡ് പോളിസി അവർ ഡിക്ലൈൻ ചെയ്തു, അബോളിഷ് ചെയ്തിട്ട് 2021 അവരെന്താണ് 2016 2 ചൈൽഡ് പോളിസി കൊണ്ടുവന്നു. ആൻഡ് 2021 അവർ 3 ചൈൽഡ് പോളിസി ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തു. എന്നാലും അത് അത്ര വലിയ എഫക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ അവർ കുറേ ലിസ്റ്റ് ഓഫ് പോളിസീസ് ഈ ഒരു പോപ്പുലേഷൻ കൂട്ടാനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ജനുവരി 1, 2026 മുതൽ അവർ 13% വാറ്റ് ഓൺ കോൺട്രാസെപ്റ്റീവ്സ് ആൻഡ് കോണ്ടംസ്, ഈ പറയുന്ന കോണ്ടംസിനും കോൺട്രാസെപ്റ്റീവ്സിൻ്റെയും ടാക്സ് കൂട്ടി കഴിയുമ്പോൾ ആളുകൾ ആ ഒരു സംഭവം വാങ്ങുന്നത് കുറയും. അപ്പം അങ്ങനെ പോപ്പുലേഷൻ കൂട്ടാൻ പറ്റുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ആൻഡ് 25 ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി, അതായത് ഒരു 3,600 yuan, അതായത് ഒരു വീട്ടിൽ ഈ വർഷം ഒരു ന്യൂ ബോൺ ബേബി ഉണ്ടായി കഴിഞ്ഞാൽ ഈ വർഷം അടുത്ത വർഷം അതിന്റെ പിന്നത്തെ വർഷം, അതായത് ഒരു 3 വർഷത്തേക്ക് അവർക്കൊരു 3,600 yuan, അതായത് $500 എന്താണ് ഗവൺമെന്റ് കൊടുക്കും 3 വർഷത്തേക്ക്. ആ കുട്ടിയുടെ വളരുന്നതിനും കാര്യത്തിനുമായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നു. ദെൻ മറ്റൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കിൻഡർ ഗാർഡൻസിന്റെ പൈസ കുറച്ചു. ഇപ്പൊ പ്രൈവറ്റ് കിൻഡർ ഗാർഡൻസിന്റെ ആയാൽ പോലും കുട്ടികളെ വിടാനുള്ള ആ ഒരു ഫീ കാര്യങ്ങൾ കുറച്ചു. ദെൻ കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സിന്റെ സാലറീസ് കുറച്ച് കൂട്ടി. അതുപോലെ തന്നെയാണ് ഫിസിക്കൽ ഗ്യാരണ്ടി ടു എൻഷുർ ദാറ്റ് ദേ ആർ ടൈംലി എന്നുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇപ്പം ആളുകൾ ഏജ്ഡ് ആവാണല്ലോ. അപ്പോൾ ഏജ്ഡ് ആവുന്ന സമയത്ത് എന്താ ഇവർക്ക് പെൻഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി കൊടുക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് അതും അവരുടെ വർക്കിംഗ് കപ്പാസിറ്റി കുറച്ചുകൂടി കൂട്ടി കിട്ടാനും വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ഏജ് അങ്ങോട്ട് കൂട്ടി കഴിഞ്ഞ വർഷം. അതായത് 60 ആയിരുന്നു മെൻ എന്നുണ്ടെങ്കിൽ അത് 63 ആയിട്ട് കൂട്ടി. ദെൻ 58 ആയിരുന്ന വുമന്റെ 55 ആയിട്ടും ഫോർ വൈറ്റ് കോളർ ജോബ്സിലും അതുപോലെ തന്നെ ബ്ലൂ കോളർ ജോബ്സിന് 50 to 55 ആയിട്ടും ആ ഒരു റിട്ടയർമെന്റ് ഏജ് അവർ കൂട്ടി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസ് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു ഏജ് ഉണ്ടല്ലോ, അത് 35 ആയിരുന്നത് 38 ആക്കിയിട്ട് ഉയർത്തി. ഇപ്പോൾ ഓൾറെഡി PG അതുപോലെ തന്നെ PhD ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് 38 വയസ്സ് വരെ സിവിൽ സർവീസ് എക്സാം എഴുതാന്നുള്ള കാര്യങ്ങളും കൊണ്ടുവന്നു. ദെൻ കൂടുതലും ഗവൺമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യങ് പീപ്പിളിന്റെ ഇടയിലേക്ക് മാരി ആൻഡ് ഹാവ് ചിൽഡ്രൻ ആൻഡ് ടു ബിൽഡ് എ ബെർത്ത് ഫ്രണ്ട്ലി സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പയിൻ അവർ കൊണ്ടുവന്നു. അപ്പോൾ യങ് ആയിട്ടുള്ള ആളുകളോടൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് മാരേജ് ചെയ്യാനും കുട്ടികൾ ഉണ്ടാക്കാനാണ് അവരിപ്പോൾ അവരെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ചൈനീസ് ഗവൺമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സിറ്റിസൺസിന്റെ പേഴ്സണൽ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യും. അതായത് വൺ ചൈൽഡ് പോളിസി ആയിരുന്ന സമയത്ത് ഒറ്റ കുട്ടിയെ പറ്റുള്ളായിരുന്നു. ദെൻ രണ്ടാമതൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് ഫീമെയിൽ ആവാൻ പറ്റില്ല, അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കും. അതിനകത്ത് എന്താണ് കുറേ
പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്താലേ പറ്റുള്ളായിരുന്നു. അപ്പൊ ഇപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിൾസിന്റെ ആണെങ്കിൽ അവരെല്ലാ മാസവും വിളിക്കും. എന്നിട്ട് ആ ഒരു ഫീമെയിൽസിനോട് ചോദിക്കും, നിങ്ങളുടെ മെൻസ്ട്രൽ ഡേറ്റ് എന്നാ വരുന്നത്, എന്നാ കുട്ടി ഉണ്ടാവാനായിട്ട് പോകുന്നത്, അപ്പൊ ഈ മാസം നിങ്ങൾക്ക് മെൻസ്ട്രേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഗവൺമെന്റ് ചോദിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട്. ദെൻ എന്താന്ന് വെച്ചാൽ മറ്റൊരു എഫേർട്ട് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ബ്രൈഡ് പ്രൈസ് കുറയ്ക്കാം. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഡൗറി സിസ്റ്റം പോലെ തന്നെ ചൈന അതുപോലെ തന്നെയുള്ള കൊറിയ കൺട്രീസിൽ വരുന്നത് ബ്രൈഡ് പ്രൈസ് ആണ്. അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ പ്രകാരം ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് കൊടുത്തു വിടുന്ന സമയത്ത് ആ കുട്ടിക്ക് വേണ്ടി ജീവിക്കാനായിട്ടുള്ള പൈസ എന്താ ചെയ്യുക, അവരുടെ പാരൻസ് ഗ്രൂമിന്റെ പാരൻസിന് കൊടുക്കും. അങ്ങനെയാണ് ഇന്ത്യൻ സിസ്റ്റത്തിൽ നിൽക്കുന്നത്. ബട്ട് ചൈനീസ് സിസ്റ്റത്തിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടീനെ ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആ ഫീമെയിലിന്റെ വീട്ടുകാർക്ക് പൈസ കൊടുക്കണം. അതാണ് ഗ്രൂം പ്രൈസ്. ബ്രൈഡ് പ്രൈസ് അങ്ങോട്ട് കൊടുത്തിട്ട് വേണം പെൺകുട്ടീനെ വിവാഹം കഴിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ആ ഒരു പ്രൈസിന്റെ എമൗണ്ട് ഒക്കെ കുറച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, കൂടുതൽ കല്യാണങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കോളേജിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ സിംഗിൾ ആയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്താണ് ലവ് കോഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എന്തുകൊണ്ട് ഈ പോപ്പുലേഷൻ കുറഞ്ഞു എന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി അവരുടെ വൺ ചൈൽഡ് പോളിസിയാണ്. അപ്പോൾ ഈ ഒരു വൺ ചൈൽഡ് പോളിസി നല്ല രീതിയിൽ അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ, വൺ ചൈൽഡ് ആയിരുന്ന സമയത്ത് പലപ്പോഴും എല്ലാവരും എന്താണ് ഫീമെയിൽ ചൈൽഡിനേക്കാൾ കൂടുതൽ മെയിൽ ചൈൽഡ്, ആൺകുട്ടി വേണമെന്നുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ ആൺകുട്ടി കൂടുതൽ ഇമ്പോസ് ചെയ്ത് ഇപ്പം എന്താ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള പെൺകുട്ടികൾ എന്ന് പറയുന്നത് അവിടെയുള്ള ആൺകുട്ടികളുടെ എണ്ണം നോർമൽ ഇപ്പോൾ ഒരു 100 പെൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആണുങ്ങളുടെ എണ്ണം 130 ആണ്. അപ്പൊ അത്രയും കൂടുതൽ ആണ് വരുന്നത്. ഡ്യൂറിങ് ദ വൺ ചൈൽഡ് പോളിസി ദർ വാസ് എ പുഷ് ഫോർ ബിയറിംഗ് മെയിൽ ചിൽഡ്രൻ. ദർ ആർ നൗ 330 million more men than women in China. ചൈനയിലെ വുമൺ ഉള്ള വുമൺസിൻ്റെക്കാൾ 30 million കൂടുതൽ ആണുങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പൊ അത്രയും 30 million ആണുങ്ങൾക്കുള്ള പെണ്ണുങ്ങൾ അവിടെ ഇല്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് അവരുടെ ബർത്ത് റേറ്റ് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഒരു കൺട്രിയുടെ പോപ്പുലേഷൻ കുറഞ്ഞ എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് ഒക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഈ പ്രിലിംസ് സ്നിപ്പെറ്റ്സ് നമുക്ക് നോക്കാനായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യ അതുപോലെ തന്നെ UAE പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, UAE പ്രസിഡന്റ് ആയിട്ടുള്ള പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അലി നഹയാനുമായിട്ട് ന്യൂഡൽഹിയിൽ മീറ്റിംഗ് നടന്നിരുന്നു. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ ഒരു 5 കാര്യങ്ങളൊക്കെ തീരുമാനം എടുത്തിരുന്നു. 5 എഗ്രിമെന്റ്സും അതിന്റെ ഭാഗമായിട്ട് 7 ഔട്ട്കംസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഡിഫൻസ്, ജോയിന്റ് ഇനിഷ്യേറ്റീവ് ഓൺ സ്പേസ്, അതുപോലെ തന്നെ $200 billion ട്രേഡ് ടാർഗറ്റ്, കോർപ്പറേഷൻ ഓൺ AI, പാർട്ണർഷിപ്പ് ഓൺ സ്മോൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻക്ലൂഡിംഗ് ഇന്ത്യ ആൻഡ് 10-year LNG ലിക്വിഡ് നൈട്രജൻ ഗ്യാസ് പാക്റ്റ് ഒക്കെയാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിൻലി ഈ ലീഡേഴ്സ് രണ്ടുപേരും യമൻ ഇറാനിലുള്ള ഒരു ഇഷ്യൂ അതുപോലെ തന്നെ ഗാസ പീസ് പ്ലാനിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ആൻഡ് എക്സ്പ്ലോർ ദ സപ്പോർട്ട് ഫോർ എഫോർട്ട് ടു പ്രൊമോട്ട് പീസ്, സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ ദ റീജിയൻ. ദെൻ 10-year ലോങ് ആയിട്ടുള്ള LNG സപ്ലൈ എഗ്രിമെന്റ് ബിറ്റ്വീൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അതുപോലെ തന്നെ ADNOC ഗ്യാസ് ഫോർ ദ ഡെലിവറി ഓഫ് 0.5 million tons per year ഓഫ് LNG ബിഗിനിങ് ഇൻ 2028 നടത്തി. അതുപോലെ തന്നെ UAE ഇതുവഴി എന്താണ് ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് LNG സപ്ലയർ ആയിട്ട് മാറും. ആൻഡ് ഓൾസോ ന്യൂക്ലിയർ ടെക്നോളജി റിലേറ്റഡ് കാര്യങ്ങളിലൊക്കെ കോർപ്പറേഷൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് അഡ്വാൻസ്ഡ് ന്യൂക്ലിയർ technologies including development of large nuclear reactors, small nuclear modular reactors, as well as cooperation in advanced reactor system, nuclear power plant operation and maintenance and nuclear safety കാര്യങ്ങളൊക്കെ ഉണ്ട്. And agreed to examine the possibility of set up a digital or data embassy. ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു ഡാറ്റ എംബസി ഡെവലപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആൻഡ് ഇൻക്രീസ് ദ ബയലാറ്ററൽ ട്രേഡ് ബൈ $20 billion by 2032 and explore interlinking national payment platform to promote trade. അപ്പോൾ നമ്മുടെ
നാഷണൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ ഇന്റർലിങ്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. എഗ്രീഡ് ടു കണ്ടിന്യൂ കോർപ്പറേഷൻ, അതായത് FATF കോർപ്പറേഷൻ എന്താണ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗസ് ഓഫ് ഇന്ത്യ ഇൻ ദുബായ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. സെറ്റിംഗ് അപ്പ് ഓഫ് എ ഓഫീസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് UAE കമ്പനീസ്, ഫസ്റ്റ് അബുദാബി ബാങ്ക് ആൻഡ് DP വേൾഡ് നമ്മുടെ ഗുജറാത്തിൽ കൊണ്ടുവരാൻ പോകുന്നതാണ്. ഫസ്റ്റ് അബുദാബി ബാങ്ക്, അതുപോലെ തന്നെ DP വേൾഡ് ഗിഫ്റ്റ് സിറ്റി ഇൻ ഗുജറാത്ത്, അതുപോലെ തന്നെ സൈനിങ് ഓഫ് എ ലെറ്റർ ഓഫ് intent on investment cooperation between Gujarat and UAE for developing the Dhoria Special Intensive Registration. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നലത്തെ ഇതിനകത്ത് തീരുമാനം എടുത്തിരിക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഈ പറയുന്ന UAE പ്രസിഡന്റിന് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഗുജറാത്തിൻ്റെ ഹോം സ്വിംഗ് എന്ന് പറയുന്ന റോയൽ കാർവ്ഡ് ആയിട്ടുള്ള വുഡൻ ജൂല കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് ബ്യൂട്ടിഫുള്ളി ഹാൻഡ് ക്രാഫ്ഡ് വിത്ത് ഡീറ്റെയിൽഡ് ഫ്ലോറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ഷോ കാസ്റ്റിംഗ് സ്കിൽഡ് ക്രാഫ്റ്റ്മാൻഷിപ്പ് ആണ്. ഗുജറാത്തിലാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. സിംബലൈസസ് ദ ടുഗദർനെസ് ആൻഡ് ജനറേഷണൽ ബോണ്ടിങ് അലൈനിങ് വിത്ത് UAE's 2026 ഇയർ ഓഫ് ഫാമിലി. ആൻഡ് പിന്നത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പഷ്മിന ഷോൾ ഇൻ ഓർണേറ്റ് സിൽവർ ബോക്സ്. ഒരു സിൽവർ ബോക്സിൽ പഷ്മിന ഷോൾ കൊടുത്തിട്ടുണ്ട്. പഷ്മിന ഷോൾ എന്ന് പറയുന്നത് ഹാൻഡ് മെയ്ഡ് ഷോളാണ് ഇൻ കാശ്മീരിൽ. അതുപോലെ തന്നെ ക്രാഫ്റ്റഡ് ഫ്രം വെരി ഫൈൻ വൂൾ വെച്ചിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് അത് പ്ലേസ് ചെയ്തത് ഇൻ എ ഡെക്കറേറ്റീവ് സിൽവർ ബോക്സ് മെയ്ഡ് ഇൻ തെലങ്കാന, ടുഗദർ റിഫ്ലക്റ്റിംഗ് ഇന്ത്യസ് റിച്ച് ട്രഡീഷൻ ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്. ദെൻ നെക്സ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് കാശ്മീരി സഫ്രോൺ ആണ്. Reverted for its deep crimson stance and intense aroma, gifted in ornate silver box. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമുക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ കറൻസി ഉണ്ട്. ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസീനെ ബ്രിക്സ് അജണ്ടയിൽ ഉൾക്കൊള്ളിക്കാനാണ് നമ്മുടെ RBI പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനി ബ്രിക്സ് വരുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന സമയത്ത് RBI റെക്കമെൻഡ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഈ റുപ്പി എന്ന് പറയും. അപ്പോൾ അത് ബ്രിക്സ് കൺട്രീസിൻ്റെ ഡിജിറ്റൽ കറൻസി ആയിട്ട് ലിങ്ക് ചെയ്യാനായിട്ടുള്ള അജണ്ട നമ്മൾ ഈ ഒരു ബ്രിക്സ് സമ്മിറ്റിൽ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചിരിക്കുകയാണ്. പ്രപ്പോസൽ 6 ടു മേക്ക് ക്രോസ് ബോർഡർ പേയ്മെന്റ് ഈസിയർ. അപ്പോൾ അങ്ങനെ മറ്റ് ബ്രിക്സ് കൺട്രീസിൻ്റെ ഡിജിറ്റൽ കറൻസി ആയിട്ട് ഇന്റർലിങ്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ബോർഡർ ക്രോസ് പേയ്മെന്റ് എന്താണ് ഈസിയർ ആക്കാൻ പറ്റും. ദാറ്റ് കുഡ് റെഡ്യൂസ് റിലയൻസ് ഓൺ US ഡോളർ ആസ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അറൈസസ്. ആൻഡ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ക്രോസ് ബോർഡർ ആയിട്ടുള്ള പേയ്മെന്റ് കാര്യങ്ങൾ കുറച്ച് സ്പീഡിലൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. RBI ഹാസ് പബ്ലിക്കലി എക്സ്പ്രസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ ലിങ്കിങ് ഇന്ത്യസ് ഡിജിറ്റൽ റുപ്പി വിത്ത് അതർ നേഷൻസ് CBDCs ടു എക്സ്പെഡൈറ്റ് ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ ആൻഡ് ബ്ലോസ്റ്റർ ഇൻ കറൻസി ഗ്ലോബൽ യൂസേജ്. അപ്പം അതുപോലെ തന്നെ RBI recommendation is, if the RBI recommendation is accepted, a proposal to link the digital currencies of BRICS members would be put forward for the first time. അപ്പം അങ്ങനെ ഒരു ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും വേൾഡിൽ തന്നെ ഇങ്ങനെ ഒരു ഡിജിറ്റൽ കറൻസീസ് കൊണ്ടുവരുന്നത്. ആൻഡ് നമ്മുടെ ഡിജിറ്റൽ കറൻസി, അതായത് നമ്മുടെ ഈ റുപ്പിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഈ റുപ്പി ഇപ്പോൾ ഓൾമോസ്റ്റ് ടോട്ടൽ 7 മില്യൺ റീറ്റെയിൽ യൂസേഴ്സ് ഉണ്ട്. 2022 ഡിസംബറിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. അന്ന് മുതൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു 7 മില്യൺ റീറ്റെയിൽ യൂസേഴ്സ് ഉണ്ട് നമ്മുടെ ഡിജിറ്റൽ റുപ്പീസിന്. ആൻഡ് ചൈന ഹാസ് പ്ലെഡ്ജ് ടു ബൂസ്റ്റ് ദ ഇന്റർനാഷണൽ യൂസ് ഓഫ് ഡിജിറ്റൽ യുവാൻ. ആൻഡ് RBI ഹാസ് എൻകറേജ് ദ അഡോപ്ഷൻ ഓഫ് ഈ റുപ്പി ബൈ എനേബിളിംഗ് ഓഫ്ലൈൻ പേയ്മെന്റ്സ്, പ്രൊവൈഡിംഗ് പ്രോഗ്രാമബിലിറ്റി ഫോർ ഗവൺമെന്റ് സബ്സിഡി ട്രാൻസ്ഫേഴ്സ് and by allowing fintech firm to offer digital wallet. അതായത് ഡിജിറ്റൽ റുപ്പി എന്ന് പറയുന്നത് ഡിജിറ്റൽ വേർഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആണ്. ആൻഡ് ഇതിനെന്താണ് ഡിജിറ്റൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സെൻട്രലി ഓൺഡ് ഡിജിറ്റൽ കറൻസി, അൺലൈക്ക് പ്രൈവറ്റ്ലി ഓൺഡ് ആണ് ക്രിപ്റ്റോങ്കി, ഗവൺമെന്റ് ഓൺ ചെയ്തിരിക്കുന്നതാണ് ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത്. ഓഫ്ലൈൻ ഫങ്ഷണലി പ്രപ്പോസ്ഡ് ആണ്. വൺ ക്യാൻ ട്രാൻസാക്ട് വിത്തൗട്ട് ഇന്റർനെറ്റ് എന്നാണ് ഡിജിറ്റൽ റുപ്പി ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോ ഓർ മിനിമൽ ഡിസ്ട്രപ്ഷൻ ടു ഫിനാൻഷ്യൽ സിസ്റ്റം ആണ് വരുന്നത്. ഫ്രീ ഓഫ് റിസ്ക് ഓഫേഴ്സ് പീപ്പിൾ ദ എക്സ്പീരിയൻസ് ഓഫ് ഡീലിംഗ് ഇൻ കറൻസി ഇൻ ഡിജിറ്റൽ ഫോം, മിസ്യൂസ് ദ റിസ്ക് അഗെയിൻ.
ആൻഡ് റീസണബിളി അനോമിറ്റി ആണ് വരുന്നത്. ഓഫേഴ്സ് റീസണബിൾ അനോമിറ്റി ഫോർ സ്മോൾ വാല്യൂ ട്രാൻസാക്ഷൻ അക്കിൻ ടു ഫിസിക്കൽ ക്യാഷൊക്കെയാണ് വരുന്നത്. അതിൻ്റെ 10 കൺട്രീസ് ആണ് ഇതുവരെയായിട്ട് CBDC ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻ ജൂലൈ 2022. ഫസ്റ്റ് വാസ് ബമൈൻ ആൻഡ് സാൻഡ് ഡോളർ ഇൻ 2020 ആൻഡ് ലാസ്റ്റ് ജമൈക്കയുടെ ജാംഡെക്സും ആണ് ഇത് ലാസ്റ്റ് നമ്മുടെ CBDC ലോഞ്ച് ചെയ്തിരിക്കുന്ന കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കാനുള്ളത്. CBDC അതായത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ സാറ്റർഡേ പറഞ്ഞിരുന്നു, പ്രൈം മിനിസ്റ്റർ ആസാമിൽ പോകുന്നുണ്ട്. അവിടെ കാഷിരംഗ നാഷണൽ പാർക്കിൻ്റെ ഒക്കെ ഒരു വൈൽഡ് ലൈഫ് കോറിഡോറിൻ്റെ ഒക്കെ ഇനോഗ്രേഷൻ ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു നോർത്ത് ഈസ്റ്റിൻ്റെ കുറച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു 10,000 നമ്മുടെ ആസാം ബോഡോ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ അവരുടെ ഒരു കൾച്ചറൽ ഫോക്ക് ഡാൻസ് ഉണ്ട്. അതാണ് ബഗുരുമ ഡാൻസ് എന്ന് പറയുന്ന ബഗുരുമ ദോ അവിടെ പ്രസന്റ് ചെയ്തു. 10,000 ആളുകളാണ് പ്രൈം മിനിസ്റ്ററിന്റെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്തിട്ട്. ബാഗുരുംബ ദോ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഫെസ്റ്റിവൽ, ഇറ്റ് ഈസ് എ മീഡിയം ടു ഓണർ അവർ ഗ്രേറ്റ് ബോഡോ ട്രഡീഷൻ, എ മീഡിയം ടു റിമെമ്പർ ദ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഓഫ് ദ ബോഡോ കമ്മ്യൂണിറ്റി. അതാണ് ഈ പറയുന്ന ബോഡോ ഡോ. അവരുടെ കമ്മ്യൂണിറ്റിയിലെ ഗ്രേറ്റസ്റ്റ് ആളുകളെ റിമെമ്പർ ഒക്കെ ചെയ്യുന്നതാണ്. ഈ ബോഡോ എന്ന് പറയുന്നത് ആസാം റീജിയനിലെ ഒരു ഗ്രേറ്റസ്റ്റ് ട്രൈബൽ കമ്മ്യൂണിറ്റി ആണ്. അറൗണ്ട് 5% ഓഫ് സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ വരുന്നത് ഈ ബോഡോ കമ്മ്യൂണിറ്റി ആണ്. അപ്പോൾ ബാഗുരുംബ ഡാൻസ് എന്ന് പറയുന്നത് ഒരു ഫോക്ക് ഡാൻസ് ആണ് ബോഡോ കമ്മ്യൂണിറ്റിയുടെ. അതായത് ഡീപ്ലി ഇൻസ്പയർഡ് ബൈ നേച്ചറിനെ ആയിട്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ ഒരു ഡാൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മെയിൻലി ആ ഒരു ബാഗുരുംബ ഡാൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫെർട്ടിലിറ്റി, ജോയ്, അതുപോലെ തന്നെ കളക്റ്റീവ് ഹാർമോണിനെയാണ്. ഇൻ ക്ലോസ്ലി മെയിൻലി ഫെസ്റ്റിവൽസിലാണ് ഇവരത് കളിക്കുന്നത്. അതായത് ബിസ്വാഗു, ബോഡോ ന്യൂ ഇയർ, അതുപോലെ തന്നെ ഡോംസി എന്ന് പറയുന്ന ഫെസ്റ്റിവൽസിലൊക്കെയാണ് അവർ മെയിൻലി അത് കളിക്കുന്നത്. ആൻഡ് ബാഗുരുംബ ഡാൻസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവർ ബ്ലൂം ചെയ്യുന്ന പോലെ ആണ്. അതായത് റിഫ്ലക്ട് ഹാർമണി ബിറ്റ്വീൻ ഹ്യൂമൻ ലൈഫ് ആൻഡ് നാച്ചുറൽ വേൾഡിനെയാണ് അത് സിംബലൈസ് ചെയ്യുന്നത്. ഇതിനൊരു ബട്ടർഫ്ലൈ ഡാൻസ് എന്നൊക്കെ പറയാറുണ്ട്. ആൻഡ് ഫീച്ചേഴ്സ് ജെന്റിൽ ഫ്ലോയിങ് മൂവ്മെന്റ് ദാറ്റ് ഇമിറ്റേറ്റ് ബട്ടർഫ്ലൈസ്, ബേർഡ്സ്. പലപ്പോഴും ഇത് മൂവ് ചെയ്യുന്നത് നമ്മുടെ ബേർഡ്സ്, ബട്ടർഫ്ലൈസ് ഒക്കെ മൂവ് ചെയ്യുന്ന പോലെയൊക്കെയാണ്. ആൻഡ് യൂഷ്വലി ഓർഗനൈസ്ഡ് ഇൻ ഗ്രൂപ്പ് ഫോമിങ് സർക്കിൾസ് ഓർ ലൈൻസ് ദാറ്റ് എൻഹാൻസ് ഇറ്റ്സ് വിഷ്വൽ എലഗൻസ്. മെയിൻലി വുമൻസ് ആണ് ഇത് പെർഫോം ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുന്നത് മെയിൽസ് ആയിരിക്കും. ആൻഡ് ഡാൻസ് അറ്റയർ എന്ന് പറയുന്നത് ഈ ഒരു ഡാൻസ് അറ്റയർ ആണ്. ഡ്രസ് ഇൻ ഹാൻഡ് വൂവൺ ബ്രൈറ്റ് റെഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ ദോഖ്ന ആണ്. ജ്വാഗ്ര, അതുപോലെ തന്നെ അറോണയാണ് ഇതിൻ്റെയൊക്കെ ഡ്രസ്സുകൾ വരുന്നത്. ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത് ട്രഡീഷണൽ ഖാം, ഡ്രം മെയ്ഡ് ഓഫ് വുഡ് ആൻഡ് ഗോഡ് സ്കിൻ, ആൻഡ് സിഫങ് എന്ന് പറയുന്ന ഒരു ബാംബു ഫ്ലൂട്ടും അതർ വുഡൻ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് ജോട്ട, ഗോങ്ക്വാന, തർക്ക ഒക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പം അത്തരം കാര്യങ്ങളാണ് ബാഗുരുംബ ഡാൻസ്. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡാൻസ് കാണാനായിട്ട് പറ്റും. DD നാഷണൽസിൻ്റെ ഒക്കെ ചാനലിലൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. കാരണം നോർമലി അത് നല്ല രസമാണ്, ഇങ്ങനെ വട്ടത്തിലൊക്കെ വന്ന് ബട്ടർഫ്ലൈ പോലെയൊക്കെ പോകുന്നത്. അത് 10,000 ആളുകൾ കളിക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് കവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് ആയിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എഡിറ്റോറിയലാണ്. അതിനകത്ത് ട്രംപിന്റെ ഗാസ ഇൻവൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് കുറച്ച് കോഷ്യസ് ആവണം, കെയർ ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ നോക്കിയത്. ദെൻ ക്രൈസിസ് ഇൻ എഡ്യൂക്കേഷൻ, നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ക്രൈസിസ്, അതുപോലെ തന്നെ സ്റ്റുഡൻസ് എന്താണ് സൂയിസൈഡ് ചെയ്യുന്നു, ആൻഡ് എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി കുറയുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. ദെൻ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ SIR നമ്മൾ ഫിസിക്കൽ, അതായത് പേപ്പറായിട്ട് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളും അത് മറികടക്കാനായിട്ട് എന്താണ് ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരണമെന്നുമാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തത്. ദെൻ ചൈനയിൽ എന്താണ് പോപ്പുലേഷൻ കുറയുവാണ്, അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കുറച്ച് മെത്തേഡ് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ പ്രിലിം സ്നിപ്പറ്റ്സിൽ നമ്മൾ ഇന്ത്യ UAE എഗ്രിമെൻറ്റ്സിനെ കുറിച്ചും അത് കഴിഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റർ UAE പ്രസിഡന്റിന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഐറ്റംസിനെ കുറിച്ചുമാണ് നമ്മൾ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി അഥവാ റുപ്പീനെ കുറിച്ച് നോക്കി. ആൻഡ് ലാസ്റ്റ് നമ്മൾ ആസാമിൻ്റെ ബാഗുരുംബ ഡാൻസിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് കവർ ചെയ്യാനായിട്ടുള്ളത്. ബാക്കി ന്യൂസസ് ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.